ഹായ്, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാടൻ വെള്ളരിക്ക പച്ചടി. ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ സദ്യ സ്പെഷ്യൽ പച്ചടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുവാനായിട്ട് വേണ്ട സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 4-5 ഉള്ളി അരിഞ്ഞത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയത്, പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയത് ഒരു ചെറിയ ബൗള്, പിന്നെ അധികം പുളി ഇല്ലാത്ത തൈര്, പിന്നെ ലാസ്റ്റ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉള്ളി അരിഞ്ഞത് 2 എണ്ണം, വറ്റൽമുളക് 2, 3-4 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ വെള്ളരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരുവും കളഞ്ഞ് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാൻ വരാം. വെള്ളരിക്ക വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചടിക്ക് ഈ ഒരു വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് വെള്ളരിക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളരിക്കയും ഈ ഒരു 3 ചേരുവകളും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേവിച്ചെടുക്കുവാനായിട്ട് ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം വെള്ളരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വെള്ളരിക്ക വേകുന്നതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും. പച്ചമുളക് ഞാൻ ഒരെണ്ണം ചേർത്തുള്ളൂ. എരിവുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചി ഒഴിവാക്കരുത്. ഇഞ്ചിയുടെ ടേസ്റ്റ് പച്ചടിക്ക് വളരെ നല്ലതാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇടുവാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. വെള്ളരിക്ക ഏകദേശം വെന്ത് കാണും. നമുക്ക് നോക്കാം. ഒത്തിരി വെന്ത് പോകണ്ട. നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. അരച്ചു വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 1 മിനിറ്റ് കുക്കായാൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് വേണം നമുക്ക് തൈര് ഒഴിക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം.
ഇതിൻ്റെ കട്ടയെല്ലാം കളയണം. വെള്ളരിക്കയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും നമുക്ക്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പ്, ആവശ്യത്തിന് എരിവ്, അതുപോലെ പുളി എല്ലാം തന്നെ ചേർന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ നമുക്ക് വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.